ഹായ് ഗായ്സ്, സോ ഐ എം ശ്രീകുമാർ എം വി, എൻ ഇന്ത്യൻ ഡോക്ടർ. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഇൻറ്റേൺഷിപ്പ് ബ്ലോഗ്സും അതുപോലെ തന്നെ എൻ്റെ പോസ്റ്റിങ്ങിലെ കാര്യങ്ങളൊക്കെയാണ്. ഇൻറ്റേൺഷിപ്പിൽ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം 1.5-2 മാസത്തിൻ്റെ അടുത്ത് ആവാറായി. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹെക്റ്റിക് ആയിട്ടുള്ള പോസ്റ്റിങ്സും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് നമുക്ക് കൂളായിട്ടുള്ള പോസ്റ്റിങ്സും ഉണ്ട്. അപ്പോൾ ഇൻറ്റേൺഷിപ്പിൽ എത്താൻ വന്ന വേ, അതായത് നമുക്ക് ഫൈനൽ ഇയറിലുള്ള ആ ഒരു ലാസ്റ്റ് ടൈമിൽ എങ്ങനെയായിരുന്നു ഞാൻ സർവൈവ് ചെയ്തത്, അതായത് ഫൈനൽ ഇയർ MBBS എക്സാംസും അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാംസും അത് കഴിഞ്ഞ റിസൾട്ട് വന്ന ദിവസവും അതൊക്കെ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ ആ ലൈഫ്, അതായത് എക്സാം ലൈഫും എക്സാമിന് ശേഷം പോസ്റ്റ് എക്സാം ലൈഫും ഇൻറ്റേൺഷിപ്പ് കയറുന്ന വരെയുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ട് പറയാൻ കാരണം, ഞങ്ങൾക്ക് MBBS എന്ന് പറയുന്നത് 4.5 വർഷത്തെ കോഴ്സാണ്. 4.5 വർഷ കോഴ്സും പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പും. ഫസ്റ്റ് ഇയറിൽ എക്സാം ഉണ്ടായിരുന്നു, സെക്കൻഡ് ഇയർ എക്സാം ഉണ്ടായിരുന്നു, തേർഡ് ഇയർ എക്സാം ഉണ്ടായിരുന്നു, ഫൈനൽ ഇയർ എക്സാം ഉണ്ടായിരുന്നു. 5.5 വർഷത്തെ MBBS ലൈഫ് നോക്കുകയാണെങ്കിൽ ഫൈനൽ ഇയറിലെ എക്സാമാണ് ഏറ്റവും പാടെന്ന് പറയുന്നത്. തേർഡ് ഇയർ തൊട്ടുള്ള ലൈഫ് പറയാം. അതെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തേർഡ് ഇയറിൽ നമുക്ക് 4 സബ്ജക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതായത് ഒഫ്താലി, ENT, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫോറൻസിക് മെഡിസിൻ, ഈ 4 സബ്ജക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു തേർഡ് ഇയറിൽ ഫസ്റ്റ് തൊട്ടിട്ട് ഞങ്ങൾ ഈ 4 സബ്ജക്റ്റ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു തേർഡ് ഇയർ അവസാന നിമിഷത്തിലാണ് കുഹാസ യൂണിവേഴ്സിറ്റി, അതായത് നമ്മുടെ MBBS ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയാണ് കുഹാസ യൂണിവേഴ്സിറ്റി പറയുന്നത്. നമുക്ക് 2 സബ്ജക്റ്റ്, അതായത് ENT ഒഫ്താലും നമുക്ക് ഫൈനൽ ഇയറിലേക്ക് അതായത് മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഒഫ്താലും ENTയും മോഡൽ എക്സാം വരെ എഴുതി കഴിഞ്ഞ സമയത്തായിരുന്നു നമ്മളോട് പറഞ്ഞത് ENTയും ഒഫ്താലും ആ സബ്ജക്ട്സ് നമുക്ക് ഫൈനൽ ഇയറിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്, അതായത് ഫൈനൽ ഇയർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് ആ എക്സാംസ് നടക്കുക എന്നുള്ള കാര്യം. തേർഡ് ഇയറിലെ ലാസ്റ്റ് സമയത്തായിരുന്നു ഈ ഒരു ഡിസിഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ കുറച്ച് ഹാപ്പിനെസ് ഉണ്ടായിരിക്കും, കാരണം 2 സബ്ജക്റ്റ് എടുത്തിട്ട് മാറ്റുക, ഇനി 2 സബ്ജക്റ്റ് പഠിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ ആദ്യം നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയായിരുന്നു നമ്മൾ പ്രൊഫസേഴ്സ് പറഞ്ഞത്, നിങ്ങൾക്ക് ഫൈനൽ ഇയറിൽ ഓൾറെഡി ഒരുപാട് സബ്ജക്ട്സ്, അതായത് ഇത്രയും MBBSനുള്ളതിനെക്കാട്ടിയും ഒരുപാട് സബ്ജക്ട്സ് ഫൈനൽ ഇയർ MBBSൽ പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ, അതായത് നോർമലി ഫൈനൽ ഇയർ പാടാണ്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 2 എക്സാമും കൂടി എക്സ്ട്രാ കയറ്റി, അതായത് രണ്ട് സബ്ജക്റ്റും കൂടി എക്സ്ട്രാ വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ടഫ്നെസ് മനസ്സിലാക്കിക്കൂടെ എന്ന് പ്രൊഫസേഴ്സ് പറഞ്ഞപ്പോൾ അപ്പോഴാണ് നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആലോചിക്കാൻ തുടങ്ങി, അയ്യോ ഇത്രയും സബ്ജക്ട്സ് ഓൾറെഡി ഫൈനൽ ഇയറിൽ പഠിക്കാനുണ്ട്, അതിൻ്റെ കൂടെ ഈ 2 സബ്ജക്ട്സും കൂടെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂളായിട്ട് നമ്മുടെ തേർഡ് ഇയർ എക്സാംസ്, അതായത് കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക് മെഡിസിനൊക്കെ എഴുതിയിട്ട് നമുക്ക് 2024 മാർച്ചിലാണ് നമുക്ക് ഫൈനൽ ഇയറിൻ്റെ ക്ലാസ്സസൊക്കെ സ്റ്റാർട്ടാവുന്നത്. ക്ലാസ്സസൊക്കെ സ്റ്റാർട്ടായിട്ട് ഞങ്ങൾക്ക് 2025, അതായത് ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു മോഡൽസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഫെബ്രുവരിയിൽ മോഡൽസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് എക്സാംസൊക്കെ അവസാനിക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, August 7 ഞങ്ങളുടെ ഫൈനൽ എക്സാംസ്, അതായത് പ്രാക്ടിക്കൽ എക്സാമും കൂടെ ഞങ്ങൾക്ക് നടക്കുന്നത്. ഈ എക്സാംസ് ഷിഫ്റ്റ് ചെയ്ത്, അതായത് ENT ഒഫ്താലും തേർഡ് ഇയറിലുള്ള ENT ഒഫ്താലും ഞങ്ങൾക്ക് ഫൈനൽ ഇയറിലേക്ക് ആക്കിയതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫൈനൽ ഇയർ 1 വർഷമായിരുന്നു, അത് 1.5 വർഷമാക്കിയിട്ട് നമുക്ക് നീട്ടി. അപ്പോൾ ഈ 1.5 വർഷത്തിലെ ലാസ്റ്റ് 6 മാസം എന്ന് പറയുന്നത് ഫുൾ എക്സാംസ് ആയിരുന്നു, മോഡൽ എക്സാംസും തിയറി എക്സാംസും ഫുൾ നമുക്കൊരു എക്സാം ലൈഫ് വേണമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു 6 മാസം എന്ന് പറയുന്നത് അത്ര സുഖമായിരുന്നില്ല, കാരണം 6 മാസം മൊത്തം എക്സാംസ്, നമുക്ക് വേറൊരു കാര്യങ്ങളോ ഇല്ല, വേറൊരു ക്ലിനിക്കൽ പോസ്റ്റിങ്ങോ വേറൊരു പ്രോഗ്രാംസോ ഇതൊന്നും നമുക്ക് വരുന്നില്ല. ഫുൾ എക്സാം, ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് 6 മാസം വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു 6 മാസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അറിയായിരുന്നു അത്യാവശ്യം നല്ല ടഫ് തന്നെയായിരിക്കും എക്സാംസും ആ ഒരു ലൈഫ്. അത് ആ ഒരു 6 മാസം കടന്നു പോവുക എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം നല്ലൊരു പാടുള്ള ഒരു പരിപാടിയാണെന്ന് തന്നെ നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. ആ ഒരു 6 മാസം ഞങ്ങൾ എങ്ങനെ പോയി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു 6 മാസം ഞങ്ങൾ എങ്ങനെ കടന്നുപോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരും ഞങ്ങളുടെ കേരളത്തിലുള്ള മൊത്തം MBBS 2020 ബാച്ചിലെ സ്റ്റുഡൻസ് എങ്ങനെ കടന്നുപോയി എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഫുൾ ആ ഒരു 6 മാസം എന്ന് പറയുന്നത് ഫുൾ മിക്സ്ഡ് ഇമോഷൻസാണ്. നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കും, കാരണം ഫൈനൽ ഇയർ ആണ്, നമുക്ക് ഓൾറെഡി 2 സബ്ജക്ട്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ആ എക്സാംസിൻ്റെ കാര്യം, ആഡ് ചെയ്ത എക്സാംസിൻ്റെ കാര്യം, അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള സബ്ജക്ട്സ് എങ്ങനെ പഠിക്കും, എങ്ങനെ പാസ്സാവും, പിന്നെ ഇൻ കേസ് പാസ്സായില്ലെങ്കിൽ നമുക്ക് സേ എക്സാമിൽ നമ്മൾ ക്ലിയർ ആക്കിയില്ലെങ്കിൽ 1 ഇയർ ബാക്ക് ആണ് നമുക്ക് ഫൈനൽ ഇയറിലെ റൂൾ അനുസരിച്ച്.
ഞാൻ ഈ പറയുന്ന ഫൈനൽ ഇയർ എക്സാമിൻ്റെ എക്സ്പീരിയൻസിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറച്ച് കാലമായി. പക്ഷേ എന്താണെന്നറിയില്ല, ഈ വീഡിയോസും അതുപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിടാൻ കുറച്ചധികം വഴുകിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോസൊക്കെ വീണ്ടും കാണുമ്പോൾ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും ഓർമ്മ വരും. അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം ഞാൻ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് മടി വരുന്നതും അതുപോലെ തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയതും. ഇപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഇയർ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ സ്റ്റഡി ലീവ് ആയപ്പോൾ രാത്രി കാലങ്ങളിൽ പഠിക്കുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ മുന്നത്തെ സ്റ്റഡി വ്ളോഗിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്ഥലത്തിരുന്നിട്ട് പഠിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ മുന്നിലിരുന്ന് പഠിക്കുന്നതോ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. കാരണം പെട്ടെന്ന് ഉറക്കം വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിൻ്റെ വരാന്തയിലൂടെയോ അല്ലെങ്കിൽ റൂമിലൂടെയോ നടന്ന് പഠിക്കും. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ദ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഉറക്കം വരാതെ ഇരുന്ന് പഠിക്കുക. യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന 2 സംഭവങ്ങളാണ്. ഒന്ന് ഡാർക്ക് സർക്കിൾസും അതുപോലെ തന്നെ ആവശ്യത്തിലധികമായ ടെൻഷനും. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ പക്ക ബുക്ക് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇരുന്ന് പഠിക്കുന്ന ടൈപ്പൊന്നുമല്ല. പഠിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരാറുണ്ട്. മെയിനായിട്ട് വരുന്ന ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് മൊബൈൽ ഫോണിന് കേട്ടോ. ഈ ഹോൾ ടിക്കറ്റിൽ കാണുന്ന ഇത്ര എക്സാംസാണ് നമുക്ക് ഫൈനൽ ഇയർ ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി ബാക്കി കുറച്ച് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഈ കാണുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് എക്സാമിന് കയറുന്നതിന് മുമ്പുള്ള സ്റ്റുഡൻസിൻ്റെ പഠിത്തമാണ് കേട്ടോ. ആ സമയത്ത് ബുക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാനേ സമയം കിട്ടത്തുള്ളൂ. നമ്മൾ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ റോബോട്ട് കാണിക്കുന്ന പോലെ. MBBSൽ എല്ലാ ഇയറിൻ്റെയും ലാസ്റ്റ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് ഉണ്ടായിരിക്കും. സാധാരണ രാവിലെ 9 മണിക്ക് നമ്മൾ എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറണം. എന്നിട്ട് 9:30ക്കാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ എക്സാംസ് അവസാനിക്കും. രാവിലെ 9 മണിയുടെ ഉള്ളിൽ നമ്മൾ എക്സാം ഹാളിൽ കയറണം. അതുകൊണ്ട് നമ്മൾ 8:30ക്ക് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങും. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോസ് എന്ന് പറയുന്നത് എക്സാമിന് ശേഷമുള്ളതാണ്. കാരണം എക്സാമിന് മുന്നേ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ആ സമയത്ത് അമ്മാതിരി ഓട്ടം ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ പറയാനുള്ളത്, യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയത്ത് നമ്മുടെ ഊണും ഉറക്കമൊക്കെ എല്ലാം കണക്കായിരിക്കും. എക്സാം ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ നോക്കും. കാരണം 9 to 12 സമയത്ത് നമ്മുടെ എക്സാം ഹാളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. എക്സാം ഡേയ്സിൽ രാവിലെ കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നല്ല ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നല്ല ഫുഡ് കഴിക്കും. ഈ കാണുന്നത് നമ്മുടെ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബിരിയാണി സെൻ്ററാണ്. അത്ഭുത ബിരിയാണി എന്നാണ് പറയാറ് കേട്ടോ. വയറ് നിറച്ചങ്ങ് കഴിക്കും. ആ എക്സാമിൻ്റെ സ്ട്രെസ്സും ടെൻഷനും എല്ലാം ആ ഫുഡിലങ്ങ് തീർക്കും. ഓവറായിട്ട് കഴിക്കാറില്ല കേട്ടോ. കാരണം അടുത്ത എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഫൈനൽ ഇയർ എക്സാംസൊക്കെ തീരാൻ ഏകദേശം 6 മാസം എടുത്തിരുന്നു കേട്ടോ. ആ 6 മാസത്തിൽ വീട്ടിൽ പോക്കൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ കൂടെയുള്ള ആരെങ്കിലും ഫ്രണ്ട്സ് അടുത്തുള്ളവരുണ്ടെങ്കിൽ അവർ വീട്ടിൽ പോയി വരുമ്പോൾ നമുക്ക് നല്ല ഫുഡും സ്പെഷ്യലായിട്ട് പൊതിച്ചോറ് അങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയങ്ങളിലാണ് ഞാൻ എൻ്റെ വീട്ടിലെ ഫുഡ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാറ്. നമുക്ക് ഓരോ എക്സാംസിൻ്റെ ഇടയിലുള്ള സ്റ്റഡി ലീവ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഓരോ ദിവസവും അത്ര വിലപ്പെട്ടതായിരുന്നു. ഇത്ര സബ്ജക്റ്റ് ഒറ്റ സ്ട്രെച്ചിൽ ഞങ്ങൾ എങ്ങനെ എഴുതിയെടുക്കും എന്നത് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു കോമൺ ഡൗട്ടായിരുന്നു കേട്ടോ. ഇത്രയും സബ്ജക്ട്സ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റഡി ലീവിൽ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. ഏകദേശം 1 മാസമൊക്കെ സ്റ്റഡി ലീവ് കിട്ടിയിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാംസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓരോ എക്സാമിൻ്റെ ഇടയ്ക്കും ഏകദേശം ഓരോ ദിവസമൊക്കെ നമുക്ക് ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് എക്സാം തുടങ്ങുന്നത് മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അതിന് ശേഷമുള്ള കാര്യങ്ങളും പിന്നെ പെട്ടെന്ന് അവസാനിക്കുന്നതായിരിക്കും നമുക്ക് ഓർമ്മ ഉണ്ടാവുക. അങ്ങനെ തിയറി എക്സാംസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മുന്നിൽ കിടക്കുന്ന വലിയൊരു കടമ്പയാണ് പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഒരാഴ്ച മുന്നോട്ട് തന്നെ ഞങ്ങൾ ഈവനിങ് സമയത്ത് ഞങ്ങൾ കേസൊക്കെ എടുക്കാൻ പോയിരുന്നു കേട്ടോ. ഇനി കുറച്ച് പ്രാക്ടിക്കൽ എക്സാമിനെ പറ്റി പറഞ്ഞുതരാം. ഫൈനൽ ഇയറിൽ മൊത്തം 6 പ്രാക്ടിക്കൽ എക്സാംസ് ആണുള്ളത്. പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സും അതുപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ബോയ്സ് ആണെങ്കിൽ വൃത്തിയിൽ ഹെയർ കട്ടും അതുപോലെ തന്നെ ക്ലീൻ ഷേവും, പിന്നെ ഗേൾസ് ആണെങ്കിൽ അവരുടെ ഹെയർ ടൈം ചെയ്യണം കേട്ടോ. ഈ കാണുന്ന ഇരുത്തം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേസ് എടുത്തിട്ട് നമ്മുടെ കേസ് പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ വൈവയ്ക്കുള്ള ഇരുത്താണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. പ്രാക്ടിക്കൽ എക്സാം കഴിയുന്നതോടെ നമ്മുടെ ഫൈനൽ ഇയർ എക്സാംസും ഏകദേശം എല്ലാം കഴിയും. ഇതൊക്കെയാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഫൈനൽ ഇയർ MBBS ഒരു 6 മാസത്തെ ലാസ്റ്റ് 1.5 വർഷം പ്ലസ് ലാസ്റ്റ് 6 മാസം എങ്ങനെ കടന്നു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത്രയും എക്സാംസ് ഒറ്റ സ്ട്രെച്ചിൽ 6 മാസത്തിനുള്ളിൽ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് നോട്ട് ഈസി. ഇത്രയും ഇയറിൽ നമ്മൾ ഇത്രയും എക്സാംസ് ഒന്നും നമ്മൾ അത് യൂണിവേഴ്സിറ്റി എക്സാംസ് ഒന്നും നമ്മൾ ഇത്രയ്ക്ക് എഴുതിയിട്ടില്ല. ഇത്ര പ്രാക്ടിക്കൽ എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഇനി വരുന്ന ജൂനിയേഴ്സിനോട്, അതായത് എൻ്റെ കഴിഞ്ഞ് വരുന്ന ജൂനിയേഴ്സിനോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ബി പ്രിപ്പയർ. കാരണം അത്ര എളുപ്പമല്ല ഞാൻ നിങ്ങളൊരിക്കലും ടെൻഷൻ ആക്കുന്നതല്ല. ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമുക്ക് ലാസ്റ്റ് ഈ ഫൈനൽ ഇയർ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അതുകൊണ്ട് കുറച്ചധികം കഷ്ടപ്പാട് തന്നെ നമുക്ക് ഈ ക്ലിയർ ചെയ്യണം. ഫൈനൽ ഇയർ എക്സാംസ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ട്. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. കാരണം നമ്മുടെ എഫേർട്ട് ഇല്ലാത്തത് കൊണ്ട് പാസ്സായെന്നുള്ളൊരു കുറ്റബോധം നമുക്ക് ലാസ്റ്റ് തോന്നരുത്. സോ
നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഇട്ടിട്ട് പിന്നെ എന്താണെന്നുള്ളത് സംഭവിക്കുന്നത് അതൊക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം. ഒരു കാര്യം നിങ്ങൾ മാത്രം ഇതാക്കുക, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. പ്രാക്ടിക്കൽ എക്സാംസിനാണെങ്കിലും നിങ്ങളുടെ ഫൈനൽ ഇയർ MBBS തിയറി എക്സാംസിനാണെങ്കിലും കിട്ടുന്ന സ്റ്റഡി ലീവ്സ് ഒക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ടെൻഷൻ ഇല്ലാതെ കഴിഞ്ഞ എക്സാംസിനെ പറ്റി ആലോചിക്കാതെ ഇനിയാണ് നടക്കാൻ പോകുക, ഇനി വരുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ പറ്റി മാത്രം ആലോചിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും മാക്സിമം ചെയ്യുക. ഉറക്കം, ഫുഡ്, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഇതൊക്കെ നിങ്ങൾ ഓക്കെ ആക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ ലാസ്റ്റൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ പ്രൊഫസേഴ്സ്, നമ്മുടെ കോളേജിലുള്ള പ്രൊഫസേഴ്സൊക്കെ നമുക്ക് നല്ല ഹെൽപ്പും നമുക്ക് എന്താണോ വേണ്ടത്, നമുക്കിനി തിയറി ക്ലാസ്സസ് വേണോ പ്രാക്ടിക്കൽ ക്ലാസ്സസ് വേണോ അങ്ങനെയൊക്കെ ചെയ്ത് തരും. നമുക്ക് നിങ്ങളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അടുത്ത റിസൾട്ട് പാസ് ഓർ ഫെയിൽ അതെന്താ വെച്ചാൽ ആയിക്കോട്ടെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി റിസൾട്ടൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അത്ര എനിക്ക് പറയാനുള്ളൂ. വീഡിയോ ഉണ്ടാക്കാൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നത്തെ ബാച്ച് വരെ ഫൈനൽ ഇയറിൽ എല്ലാ ഇയറിലും പോയ പോലെ തന്നെയായിരുന്നു എക്സാംസും സബ്ജക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഇയർ തൊട്ടിട്ടാണ് 2020 ബാച്ച് തൊട്ടിട്ടാണ് തേർഡ് ഇയറിൽ 2 സബ്ജക്റ്റ് എടുത്തിട്ട് ഫൈനൽ ഇയറിലേക്ക് ഇട്ടത്. അപ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ് ബാച്ച് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ബാച്ച് എന്ന് പറയുന്നത്. ഈ എക്സ്പീരിയൻസ് ചെയ്തത് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സിൽ നിന്ന് നിങ്ങളെ ജൂനിയേഴ്സിന് ഇതിൻ്റെ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ എക്സ്പീരിയൻസ് പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഞങ്ങളുടെ മുന്നത്തെ ഒരു ബാച്ച് ഇല്ല, അപ്പോൾ അവരെങ്ങനെ മുന്നോട്ട് പോയി, ആ ഒരു സിറ്റുവേഷൻ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നൊക്കെ നമുക്ക് ചോദിക്കാനോ പറയാനോ ആരും ഉണ്ടായിരുന്നില്ല. സാറന്മാർ, നമ്മുടെ ഫാക്കൽറ്റീസൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ആ ഫേസൊക്കെ നിങ്ങൾ കടന്നു പോവുക എന്നുള്ളതൊക്കെ അവർ ഞങ്ങളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻസാണ്. കാരണം ഓൾറെഡി ഫൈനൽ ഇയർ കുറച്ച് ടഫാണ്, നമുക്ക് എക്സാംസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ 2 സബ്ജക്റ്റും കൂടെ നമുക്ക് എടുത്ത് വെച്ചപ്പോൾ നിങ്ങളെങ്ങനെ ഈ ഫൈനൽ ഇയർ നിങ്ങളെ എക്സാംസൊക്കെ നിങ്ങളെങ്ങനെ ക്ലിയർ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മളോട് ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടും കൽപ്പിച്ചായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്തായിക്കോട്ടെ റിസൾട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ടെൻഷൻ അടിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരിതായിരുന്നു നമുക്ക് ഫുള്ളുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരിക്കലും ഒരു പേടിപ്പെടുത്തുള്ള ഒരു വീഡിയോ അല്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, പഠിക്കാനിരിക്കുമ്പോൾ, അതായത് ഫൈനൽ ഇയർ എക്സാംസ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ലാസ്റ്റ് ഡേ, അതായത് ദ എൻഡ് ഓഫ് ദ ഡേ, നിങ്ങൾ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങൾ ഒരു ഡോക്ടറായി, നിങ്ങൾക്ക് ഒഫീഷ്യലി ഫൈനൽ ഇയർ എക്സാംസ് ഒക്കെ പാസ്സാകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, നിങ്ങൾ ഒഫീഷ്യലി ഒരു ഡോക്ടറായി എന്നുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് ഹാപ്പിനെസ് കിട്ടുന്നൊരു സാധനമാണ്. സോ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ശ്രമിക്കുക, ബാക്കിയുള്ളതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക.